പ്രവാസികൾക്ക് കൈത്താങ്ങായി രണ്ടാം പിണറായി സർക്കാർ. പ്രവാസികളുടെ ഭൂമിയിൽ കാർഷിക സഹകരണ സംഘങ്ങൾ വാണിജ്യ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിക്ക് പത്തനംതിട്ട അടൂരിൽ തുടക്കമായി. നിശ്ചിത കാലയളവിന് ശേഷം ഏറ്റെടുത്ത ഭൂമിയോടൊപ്പം ആദായമുള്ള തോട്ടവും പ്രവാസികൾക്ക് തിരികെ നൽകുന്നതാണ് പദ്ധതി. സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകുന്നതും പ്രവാസികളെ ചേർത്തുപിടിക്കുന്നതുമാണ് പദ്ധതി. പ്രവാസികളുടെ ഭൂമിയിൽ കാർഷിക വായ്പാ സംഘങ്ങൾ അനുയോജ്യമായ വാണിജ്യ മരങ്ങൾ നട്ടുപിടിപ്പിക്കും. പിന്നീട് ധാരണപ്രകാരമുള്ള കാലയളവിനു ശേഷം ആദായമുള്ള തോട്ടം പ്രവാസികൾക്ക് തിരികെ നൽകും. സഹകരണ മേഖല കൂടി കാർഷിക മേഖലയും, കാർഷിക മേഖല കൂടി സഹകരണ മേഖലയും രണ്ടും തമ്മിൽ നാഭീനാള ബന്ധമാണ്. അത് ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കേരളം മുന്നോട്ട് പോകുന്നത്. മാംഗോസ്റ്റിൻ, റംബൂട്ടാൻ തുടങ്ങിയ പഴവർഗ്ഗങ്ങളാണ് വെച്ചുപിടിപ്പിക്കുക. അതിനാൽ തന്നെ വലിയ വിപണന സാധ്യതയാണ് മുന്നിലുള്ളത്. പ്രവാസികൾ നേരത്തെ തന്നെ ഇവിടെ വന്നിട്ട് മാംഗോസ്റ്റിൻ വ്യാപകമായിട്ട് കൃഷി ചെയ്തവരുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ റംബൂട്ടാൻ ധാരാളമായി കൃഷി ചെയ്ത് അത് നല്ല എക്സ്പോർട്ടാണ്. ആ ഡ്രാഗൺ ഫ്രൂട്ട്സ്, റംബൂട്ടാന്, മാംഗോസ്റ്റിന്. അപ്പോൾ മുമ്പ് കേരളീയർക്ക് പരിചിതമല്ലാതിരുന്ന ചില നല്ല കൃഷി വിഭവങ്ങളിലേക്ക് വന്നു തുടങ്ങിയിരിക്കും. വിശേഷിച്ച് ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ അത് സ്വദേശത്തും വിദേശത്തും വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളായി വിപണനം നടത്താൻ കഴിയുന്ന സാധ്യതകളും സഹകരണ മേഖല കൂടി ഇപ്പോൾ സംജാതമാക്കി കഴിഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോൾ പദ്ധതിയുടെ നടത്തിപ്പ് പൂർണ്ണമായും സഹകരണ സംഘങ്ങളുടെ കീഴിലായിരിക്കും. മണ്ണടി പമ്പാവലി FPC സെന്ററിലായിരുന്നു സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങ് നടന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.